നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ റിസ്റ്റേർ സ്കൂൾ ഓഫ് വിസ്ഡം ഡെയിലി റീഡിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ തിരുവള്ളൂർ തിരുക്കുറൾ മലയാളം എഡിഷനിൽ നിന്നാണ് വായിക്കുന്നത്. അതിനകത്ത് 419 ശ്ലോകമാണ്. സൂക്ഷ്മതയാർന്ന ശ്രവണശീലമില്ലാത്തവർ വിനയാൻവിതമായ വാക്കുകൾ പറയുക പ്രയാസം തന്നെ. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ശ്രദ്ധിക്കാൻ മനസ്സില്ലാത്ത ഒരുവന് വിനയത്തിൻ്റെയും ക്ഷമയുടെയും ഭാഷ വശംവദമാകില്ല. അതിൻ്റെ വേർഷൻ തമിഴിൽ കൊടുത്തിരിക്കുന്നത് നുണങ്ങിയ കേൾവിയർ അല്ലാർ വണങ്ങിയ വായനാർ ആദൽ അതിരു. ശ്രദ്ധയാർന്ന കേൾവി ഇല്ലാത്തവർ വിനയമുള്ള സംസാരശീലമുള്ളവരാകുക എന്നത് പ്രയാസം തന്നെ. ഇതിൽ പറയുന്നത് വിനയം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കേൾക്കുക എന്നുള്ളതാണ്. ഇത് വള്ളുവർ മാത്രമല്ല, തിരുക്കുറളിൽ മാത്രമല്ല, ജിത്തു കൃഷ്ണമൂർത്തിയെ പോലുള്ള വേൾഡ് ടീച്ചർ എന്നറിയപ്പെടുന്ന ജിത്തു കൃഷ്ണമൂർത്തിയും പറയുന്നതാണ്. ആദ്യം നിങ്ങൾ കാണാനും കേൾക്കാനുമാണ് പഠിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒരു കാര്യവും കേൾക്കുന്നില്ല. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും മുൻധാരണയുണ്ട്, കണ്ടീഷൻ മൈൻഡ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ ലോകത്തെ എല്ലാത്തിലും ഒരു മെസ്സേജുണ്ട്. ശരിയും തെറ്റുമൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റാണ്, എല്ലാം ഡിവൈനാണ്. അപ്പം ആ സൃഷ്ടാവ് അറിയാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇനി നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ എന്താണ് പറയുന്നത്, 4-5 വയസ്സ് കഴിഞ്ഞിട്ട് കൊച്ചിലേ തൊട്ടേ നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന, ഉപബോധമാസിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും, ഇപ്പം സമ്പത്തിനെ കുറിച്ചാണെങ്കിലും ആത്മീയതയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ സദാചാരത്തെക്കുറിച്ചാണെങ്കിലും കല്യാണത്തെക്കുറിച്ചാണെങ്കിലും കുട്ടികളെക്കുറിച്ചാണെങ്കിലും ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാം നമുക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യാൻ പാടുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇതാരാ ഫിക്സ് ചെയ്തത്? ഉപനിഷത്തിലാണോ, വേദത്തിലാണോ, പുരാണത്തിലാണോ? അല്ല, ഇത് നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ പറഞ്ഞ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, യഥാർത്ഥ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം. നമ്മൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ എന്തുമാത്രം ചെടികൾ, എന്തുമാത്രം പൂക്കൾ, എന്തുമാത്രം ആൾക്കാർ നമ്മുടെ മുമ്പിലോട്ട് വരുന്നു. അവരെ ജസ്റ്റ് ഒന്ന് കണ്ടു ചിരിച്ചാൽ അവർക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ചെടിയുടെ ഒന്ന് തലോടിയാൽ അവർക്കും ജീവനുണ്ട്. ഒന്നും വേണ്ട, ആകാശത്തെ ഒന്ന് കണ്ടു നോക്കേ. ആകാശത്തിന് നീല മാത്രമല്ല, വെള്ളയുണ്ട്. അതിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടു നോക്കേ. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നത് എന്താ? നമ്മളിവരുമായിട്ട് കണക്റ്റഡാണ്. ഇതല്ലേ ആത്മീയത? ആരോട് പറയാൻ? ഏതാണ്ടൊക്കെ സിദ്ധാന്തങ്ങളും പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് പലതിൻ്റെയും പുറകിൽ. ഓക്കെ, എന്നാൽ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇതുമായിട്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.